ഒരേ വേദനയ്ക്ക് തന്നെ വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. നമ്മളൊരു സൂചി എടുത്തിട്ട് നമ്മളുടെ കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചോര പിടിയും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വേദനിക്കും അല്ലേ? പക്ഷെ നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതേ കാര്യം നമ്മൾ ഈ ഒരു സൂചി എടുത്തിട്ട് നമ്മൾ ചെറിയ കുട്ടിയുടെ കയ്യിലാണ് കുത്തുന്നതെങ്കിൽ ആ കുട്ടി അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അലറിക്കരഞ്ഞുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഒരേ വേദന തന്നെയാണ്, രണ്ട് വ്യക്തികളിലാവുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളാണിത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ വൈകാരികമായ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. ഒരേ കാര്യം തന്നെയായിരിക്കും, രണ്ട് ആൾക്കാരും എടുക്കുന്ന രീതിയിൽ വ്യത്യാസമായിരിക്കും. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ആരും ഇല്ലാത്തവരൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ടാവും അല്ലേ? പക്ഷെ അവർ ആ ഒരു സാഹചര്യമായിട്ട് അവരതിനെ പൊരുത്തപ്പെട്ട് അവർ ആ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾക്ക് അച്ഛനും അമ്മയുള്ള കുട്ടികളാണെങ്കിൽ അവർ അച്ഛനും അമ്മയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ചിലർ ജീവിതം വരെ അവസാനിപ്പിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുട്ടികളുടെ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അതിനോടുള്ള ആ ഒരു പ്രതികരണമാണ് അപ്പോൾ കാണിക്കുന്നത്. ചില ആൾക്കാർ കാണാം, ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ആ പെൺകുട്ടി ആ സ്നേഹം നിരസിച്ചതിൻ്റെ പേരിൽ ഒന്നെങ്കിൽ ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ചിലവർ സ്വന്തം ജീവിതം അതിലും ഹാപ്പിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കും, ചിലവർ അവരുടെ ജീവിതം സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് ഒരു മാനസികമായ അവസ്ഥയിലേക്ക് സ്വയം താഴ്ന്നുകൊണ്ട് സ്വയം ജീവിതം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. അപ്പം നമുക്ക് ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ നേരിടാനുള്ള ഒരു മാനസിക ശക്തി കൈവരിക്കാനുള്ള കഴിവില്ലായ്മയാണിത്. ഏത് പ്രശ്നത്തിനെയും എന്താ പറയുക, അതിനോടുള്ള ഒരു പ്രതികരണം ഇല്ലാത്ത ഒരു ആൾക്കാർ, അതായത് അതിനെ എങ്ങനെ ഗൗരവമായി കാണേണ്ടത് ഏത്, തമാശയായി കാണേണ്ടത് ഏത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം. ഇപ്പം ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളുകൾ, ആരും ഇല്ലാത്ത ആളുകൾ, ഇവരൊക്കെ ഈ ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്, എല്ലാ സൗകര്യങ്ങളും ഉള്ളവർക്ക്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എല്ലാ സ്നേഹങ്ങളും കിട്ടുന്ന ആൾക്കാർക്കായിരിക്കും എന്താ പറയുക, മനോധൈര്യം കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഒന്നും ഇല്ലാത്തവർ, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തവർ, സാമ്പത്തികമായി സഹായിക്കാൻ ആളില്ലാത്തവർ, അവർ മാനസികമായി വളരെ ശക്തരായിരിക്കും. അവർക്ക് എന്തിനേയും നേരിടാനുള്ളൊരു ശക്തി അവരിൽ നിന്ന് തന്നെ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. അവരവരുടെ ലൈഫിനെ ഒരു വാല്യൂ ആയിട്ട് കാണുന്ന കാരണമാണ് അവർക്കത് പറ്റുന്നത്. പക്ഷേ എല്ലാ സപ്പോർട്ടുകളും കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരെയും എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമുക്ക് ആ ലൈഫ് അത് നേരിടാൻ ഇതായിട്ട് വരുന്നത്. എല്ലാവർക്കും വേണ്ട ഒരു കഴിവായിട്ട് വേണ്ടതാണ് എന്താണ്, എന്ത് കാര്യത്തെയും നമ്മൾ എങ്ങനെ കാണണം, അത് സീരിയസ് ആണോ അതോ സില്ലി ആണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് നമ്മൾക്കൊക്കെ വേണ്ടത്. നഷ്ടങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നുണ്ട്. പക്ഷെ നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അതിനെ ഓർത്ത് വിഷമിക്കാതെ അല്ലെങ്കിൽ അതിനെ ഓർത്ത് വേദനിക്കാതെ അതിനെ മറികടന്ന് നമ്മളുടെ ബാക്കിയുള്ള ലൈഫിനെ എങ്ങനെ ഹാപ്പിയായി കൊണ്ടുപോകാം എന്നുള്ളതിലേക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതോ അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതിനെ അങ്ങനെ വിടുക. പക്ഷെ നമ്മളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും കൂടെ വേണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ലെങ്കിലും നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമ്മളുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു വ്യക്തത, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള, അതായത് ഏത് കാര്യത്തെയും നമുക്ക് നേരിടാനുള്ളൊരു കഴിവ് വരും. അതൊക്കെ സ്വയം നമ്മൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വേണം. അത് നമ്മളൊരാൾ പറഞ്ഞു തന്നതുകൊണ്ടോ അല്ലെങ്കിൽ അയാളിങ്ങനെ പറയുന്നത് കേട്ടോണ്ടൊന്നും നമുക്ക് മനസ്സിലാവും. അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് അങ്ങനെ നേരിട്ട് ശീലിക്കണം. അതാണ് വേണ്ടത്. അത് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ശക്തിയെ, നമ്മുടെ കഴിവിനെയൊക്കെ തിരിച്ചറിഞ്ഞ് വേദനകളെ സഹിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്.